നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന എല്ലാ രാജ്യങ്ങളുടെ ഭരണഘടന എഴുതിയതും എല്ലാ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിരിക്കുന്നതും എല്ലാ രാജ്യത്തിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു ശില്പി അല്ലെങ്കിൽ ഒരു രാജ്യം രൂപകൽപ്പന ചെയ്തത്, രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതിയത്, ഇതെല്ലാം പുരുഷന്മാരായിരിക്കും നമ്മൾ ലോകത്തിൽ എവിടെ നോക്കിയാലും. എന്നാൽ അപൂർവമായിട്ട് ചില സ്ത്രീകൾക്കും തെറ്റില്ലാത്ത രീതിയിൽ സ്ത്രീകളുടെ പങ്ക് വഹിക്കപ്പെട്ട മേഖലകളും ഉണ്ടാകാം. അതായത് നമ്മൾ എലിസബത്ത് രാജ്ഞി എന്നൊക്കെ പറയുന്ന രീതിയിൽ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് സ്ത്രീകൾക്ക് മാത്രം പൗരത്വം നൽകുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ അടിമകളായിട്ട് പുരുഷന്മാർ ജീവിക്കുന്ന ഒരു രാജ്യം ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതർ വേൾഡ് കിങ്ഡം എന്നാണ് ഈ ഒരു രാജ്യത്തിൻ്റെ പേര്. ഈ രാജ്യത്തിന് സ്ത്രീകൾ പുരുഷന്മാരുടെ അടിമകളാണ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരു രാജ്യം എന്നുള്ള നിലയിൽ ആ രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. അതായത് സ്വന്തമായിട്ട് പതാകയുണ്ട്, പോലീസുണ്ട്, കറൻസി ഉണ്ട്, ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങളുണ്ട്, പാസ്പോർട്ട് വരെ ഉണ്ട്. ഈ രാജ്യം നിലനിൽക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നും പിരിഞ്ഞ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു രാജ്യം നിലനിൽക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലുള്ള സാവോ എന്ന സ്ഥലത്ത് സിസിയ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലാണ് ഇങ്ങനെയൊരു രാജ്യം നിലനിൽക്കുന്നത്. ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ 7 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു രാജ്യമുള്ളത്. ചെറിയ രാജ്യമാണ്, പക്ഷേ അതിന് പോലും പതാകയും പാസ്പോർട്ടും നിയമവും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസുകാരൊക്കെ സ്ത്രീകൾ തന്നെയായിരിക്കും. സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് അധികാരം എന്ന് പറയുമ്പം സ്ത്രീകൾക്ക് മാത്രമാണ് ഈ രാജ്യത്ത് പൗരത്വം ഉള്ളത്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ 2 തരം പുരുഷന്മാരാണ് ഈ ഒരു രാജ്യത്തുള്ളത്. ഒന്ന് പെട്രീഷ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ രാജ്ഞിയുടെ അടുപ്പക്കാരായ പുരുഷന്മാർ. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവരോട് അടുത്ത് നിൽക്കുന്ന പെട്രീഷ്യ രാജ്ഞിയുടെ അടുപ്പക്കാരായ പുരുഷന്മാർ. അവർക്ക് ഈ രാജ്യത്ത് സ്ഥലങ്ങൾ, സ്വത്ത് കൈവശം വെക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവകാശം കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല അവർക്ക് യാത്രാ സൗകര്യം ഉണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്യാനും അവർക്ക് സൗകര്യം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പുരുഷ അടിമ വിഭാഗമാണ്. ഈ അടിമ വിഭാഗം എന്ന് പറഞ്ഞാൽ അവരൊരു ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഈ പെട്രീഷ്യ രാജ്ഞിയുടെയോ അടിമകളായ പുരുഷന്മാരായിരിക്കും. അവർ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്നുള്ളതാണ് ഈ ഒരു രാജ്യത്തുള്ള അവരുടെ ഒരു നിയമത്തിലും പറയുന്നത്. അപ്പം ഒരു സ്ത്രീക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കണമെങ്കിൽ പെട്രീഷ്യ രാജ്ഞി വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷ അടിമയെങ്കിലും ഉള്ള ഒരു സ്ത്രീക്ക് ഈ ഒരു രാജ്യത്ത് പൗരത്വം ലഭിക്കൂ എന്നുള്ളതാണ്. മാത്രമല്ല സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരുമായ സ്ത്രീകൾക്ക് പൗരത്വം കൊടുക്കൂ എന്നും അവർ പറയുന്നുണ്ട്. അവിടുത്തെ നാണയമെന്ന് പറയുന്നത് ഡോമാണ്. അതായത് ഡോം എന്നാണ് അവിടുത്തെ നാണയത്തിൻ്റെ പേര്. ഇങ്ങനെയൊരു രാജ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു രാജ്യം സ്ത്രീകൾക്ക് ഒരുപാട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റിസോർട്ട് ഏരിയ എന്നുള്ള രീതിയിൽ 1996 ഇത് ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ 1997 ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുത്തത്. ഇത് കാണാൻ വരാനും വന്നു പോകാനും ഒക്കെയുള്ള സൗകര്യം അങ്ങനെയാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ അതിനുശേഷം പിന്നീട് അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ ഈ ഒരു റിസോർട്ടും 7 ഏക്കർ സ്ഥലവും 2008 വിൽപ്പനയ്ക്ക് വെച്ചിട്ട് ആരും വന്ന് വാങ്ങിയില്ല. അവർ ഏതാണ്ട് വർഷങ്ങളെടുത്തിട്ട് 2 മില്യൺ പൗണ്ട് ചിലവാക്കിക്കൊണ്ടാണ് ആ ഒരു റിസോർട്ട് കാര്യങ്ങൾ, അതിനടുത്തുള്ള ബിൽഡിങ്ങുകൾ, റോഡുകൾ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് നിർമ്മിതികൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് റിസോർട്ട്, പെട്രീഷ്യ രാജ്ഞിയുടെ കൊട്ടാര സമാനമായിട്ടുള്ള ബംഗ്ലാവ്, പിന്നെ ജിമ്മ്, സ്കൂള്, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തടാകങ്ങളുണ്ട്, പീഡന മുറിയുണ്ട്. അതായത് ആളുകളെയൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുറിയും അണ്ടർഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ 2 വർഷം കൊണ്ട് അവരവിടെ പണി പൂർത്തിയാക്കിയിട്ട് 2008 അവർ ഈ ഒരു സ്ഥാപനം വിൽക്കാൻ വേണ്ടി വെച്ച്. ഈ വിൽക്കാൻ വേണ്ടി വെച്ചപ്പോഴും $8 മില്യൺ അവർ പറഞ്ഞിട്ടുള്ളത്. അത് ആരും വാങ്ങിയില്ല. പിന്നെ 2016 അവർ വിൽപ്പനയ്ക്ക് വെച്ച്, അന്നും ആരും വന്ന് വാങ്ങിയില്ല. പക്ഷേ 2017 അവിടെ ഒരു അധികാര കൈമാറ്റം നടക്കുകയാണ്. 2016-17 ആ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം വരികയാണ്. പെട്രീഷ്യ രാജ്ഞി എന്ന് പറയുന്ന
ഈ രാജ്ഞി അവിടെ അധികാരത്തിൽ വരികയാണ്. ഈ രാജ്ഞി അധികാരത്തിൽ വന്നിട്ട് പുതിയ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പം അവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ രാജ്ഞിക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിബന്ധനകളുണ്ട്. അതായത് പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ സാങ്കല്പിക കസാരയിൽ ഇരിക്കണം. അങ്ങനെ സാങ്കല്പിക കസാരയിൽ ഒരു അപരനായിട്ടുള്ള വ്യക്തി ഇരിക്കുന്നത് കണ്ടാലേ രാജ്ഞിക്ക് അവർക്ക് സ്വന്തം രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി പോലും കൊടുക്കുള്ളൂ. അങ്ങനെ രാജ്ഞി പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാം, അവരുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് അവിടെ നിൽക്കാം എന്നുള്ളതാണ് പറയുന്നത്. എന്നിരുന്നാലും കൂടി ഈ ഒരു രാജ്യത്തിനെ ലോകത്തിലുള്ള ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവരുടെ പാസ്പോർട്ട് കറൻസി ഒന്നും എല്ലാ സ്ഥലത്തും നമുക്ക് കാണിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ കറൻസി കൊടുത്ത് നമുക്ക് പൈസ മാറ്റാനൊന്നും എല്ലാ സ്ഥലത്തും കഴിയുന്നതുമല്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഭാവിയിൽ അത് എന്താവും എന്നുള്ളതും അറിയില്ല. പിന്നെ അതേപോലെ ഒരു സ്ത്രീ ഈ രാജ്യത്തേക്ക് പൗരത്വം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഒരു പുരുഷ അടിമയെ വേണം എന്നുള്ളത് മാത്രമല്ല, 5 ദിവസം ഈ പെട്രീഷ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അടിമവേല ചെയ്തിരിക്കണം. രാജ്ഞി പറയുന്നതെല്ലാം അനുസരിച്ചിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പരീക്ഷ പാസ്സായാലേ ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കുകയുള്ളൂ. പിന്നെ അതേപോലെ ഈ പ്രധാന ദിവസങ്ങളിൽ അവിടുത്തെ വലിയ ആനുവൽ ഡേ പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മദ്യം വിളമ്പുമ്പം പോലും ഈ രാജ്ഞിയുടെ കാലുകളിൽ ആദ്യം അത് ഒഴിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു നിയമം കൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതർ വേൾഡ് കിങ്ഡം എന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രം അവകാശമുള്ള, സ്ത്രീകൾക്ക് മാത്രം ഒരു ആണുങ്ങളെക്കാൾ പവർ ഉണ്ട് എന്നുള്ള പറയുന്ന അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്തുകൊണ്ട് സ്ത്രീ സമത്വം വേണമെന്ന് വാദിക്കുന്ന പല ആളുകളും ഈ രാജ്യം ഒരിക്കലെങ്കിലും സന്ദർശിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പം ഇതിൽ ആണുങ്ങൾ വലുതാണോ പെണ്ണുങ്ങൾ വലുതാണോ എന്നുള്ളതല്ല, എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനം കൊടുക്കുകയോ റെസ്പെക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് മനുഷ്യരാശിയും സമൂഹവും ഒക്കെ നിലനിന്ന് വന്നിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ മനുഷ്യരെല്ലാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളും ഈ ലോകത്തിലുണ്ട് എന്നുള്ളതാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇങ്ങനെയും ഒരു സ്ഥലം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതാണ് അതർ വേൾഡ് കിങ്ഡത്തിൻ്റെ ഏതാണ്ട് ഒരു ചരിത്രം എന്ന് പറയുന്നത്.